ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2289. ഇന്ന് ഏപ്രിൽ മാസം 7-ാം തീയതി, 97-ാമത്തെ ദിവസത്തിലെത്തി. ഉയർപ്പ് പെരുന്നാളിനെ തുടർന്നുള്ള ദിവസങ്ങളാണ്. കുറച്ചുകൂടി പ്രകാശമുള്ള മനുഷ്യരായിട്ട് മാറേണ്ടതാണ്. മാറിയിട്ടുണ്ടാവും നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ സ്നേഹത്തെക്കുറിച്ച് ഒന്ന് ചെറുതായിട്ട് ചിന്തിച്ചാലോ. ഉള്ളിൻ്റെ ഉള്ളിൽ ഓരോരുത്തരും സ്വരൂപിച്ച സ്നേഹഭാവത്തെക്കുറിച്ച്, സ്നേഹത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച്, സ്നേഹത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഒരു ചെറിയ ചോദ്യം കൊണ്ടാവാം. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നത് നമ്മൾ നല്ലവനായതുകൊണ്ടാണോ, അതോ അവരൻ നല്ല ആളാണ് നമുക്ക് തോന്നിയിട്ടാണ്? ഒരു ചെറിയ ചോദ്യമാണ് ഇത്. ശരിക്കും വലിയ തോതിൽ നമ്മളെ കുഴപ്പിക്കും. അത്ര എളുപ്പം ആരും ഉത്തരം പറഞ്ഞ് മുമ്പോട്ട് പോവില്ല. ഒരുപക്ഷെ ഇങ്ങനെയൊന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. അയാൾ നല്ല ഒരാളായതുകൊണ്ടാണ് ആണെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്ന ഉത്തരം. അതുകൊണ്ടാണല്ലോ എന്നെങ്കിലും തോന്നുകയാണ് അയാൾ അത്ര നല്ലതല്ല. എത്ര വേഗമാണ് എൻ്റെ സ്നേഹം ഇല്ലാതായി പോയത്. ഞാൻ പോലും നിശ്ചയിച്ച് നിയന്ത്രിക്കുന്നതിന് മുമ്പേ സ്നേഹം ചോർന്നു പോകുന്നുണ്ട്. ശരിക്കും ദൈവസ്നേഹം എങ്ങനെയായിരുന്നു? അവിടെയാണ് ക്രിസ്തുയേശുവിനെ നമ്മൾ മനസ്സിലാക്കാതെ പോയത്. നമ്മൾ നല്ലതായതുകൊണ്ടും നമ്മൾ ഇപ്പോഴും നല്ലതായി നിലനിൽക്കുന്നത് കൊണ്ടും വേണ്ടേ നമ്മളൊരാളെ സ്നേഹിക്കാനായിട്ട്? ക്രിസ്തുയേശുവിന്റെ സ്നേഹം അങ്ങനെയായിരുന്നില്ലേ? യൂദായുടെയും കാല് കഴുകിയ യേശുവിനെ നമ്മൾ മനസ്സിലൊന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? മനസ്സിലൊന്ന് കാര്യമായി ഒന്ന് കൊണ്ടിരുത്തിയിട്ടുണ്ടോ? ആ കാലിൽ എങ്ങനെയാവും യേശു തൊട്ടിട്ടുണ്ടാവുക? പിന്നീട് പറയുന്നുണ്ട്, എന്നോടൊപ്പം താലത്തിൽ ഇങ്ങനെ അപ്പം മുക്കുന്നു, എന്നോടൊത്ത് അപ്പം പങ്കിടുന്നു. അറിയാമായിരുന്നു, നന്നായിട്ട് അറിയാമായിരുന്നു. ആ അറിവ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് യൂദായെ സ്നേഹിക്കാൻ പറ്റുക? അത് യേശു ഒരു കള്ളനായിരുന്നു? യേശുവിന്റെ സ്നേഹം കാപട്യം നിറഞ്ഞതായിരുന്നു? അയ്യോ, അങ്ങനെ പറയരുതല്ലോ, അങ്ങനെ ചിന്തിക്കരുതല്ലോ. അവിടെയാണ് നമ്മളും യേശുവും തമ്മിലുള്ള ഒരു വലിയ മാനുഷികമായ വ്യത്യാസം. ദൈവികതയൊക്കെ മാറ്റിവെച്ചേരെ. അങ്ങനെയാണ് നമ്മുടെ സ്നേഹം കുറെ കൂടി യേശു സ്നേഹത്തിന് സമാനമായി മാറാത്തത്. അധികം തിരുത്തിയെടുക്കാൻ പറ്റുമോ? നമ്മൾ കുറെ കൂടി നല്ലതാണ്, ഞാൻ കുറെ കൂടി നല്ലതാണെന്ന് പറയാനായിട്ട് ഇത്തിരി ധൈര്യക്കുറവുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ഒരാളെ സ്നേഹിക്കുന്നത്. അയാൾ നല്ലതാണേലും നല്ലതല്ലെങ്കിലും എനിക്ക് ആ സ്നേഹത്തെ അങ്ങനെ തന്നെ സ്ഥിരതയോടെ നിലനിർത്താനായിട്ട് പറ്റേണ്ടതല്ലേ? അതിനാണ് ഇത്തവണത്തെ ഉയർപ്പുകാലം നമ്മളെ ബലപ്പെടുത്തേണ്ടത്, പാകപ്പെടുത്തേണ്ടത്. ആമേൻ.